നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തതിൽ നെന്മാറ SHOയ്ക്ക് സസ്പെൻഷൻ. മഹേന്ദ്ര സിംഹിനെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ഈ നടപടി പ്രതീക്ഷിച്ചതാണ്, വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. എന്ത് വകുപ്പിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്? ധന്യ, വളരെ വേഗത്തിലാണ് ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. SP-യുടെ റിപ്പോർട്ട് ലഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നെന്മാറ CI M മഹേന്ദ്ര സിംഹനെ സസ്പെൻഡ് ചെയ്തു. ഇതിൽ SP-യുടെ റിപ്പോർട്ടിൽ പ്രധാനമായി കണ്ടെത്തിയിരുന്നത് ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് വ്യക്തമാണ്. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ഈ പോത്തുണ്ടി ഭാഗത്ത് എത്തിയത് ഈ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടി എടുത്തില്ല എന്നുള്ളതാണ് വളരെ പ്രധാനമായും കണ്ടെത്തിയിരുന്നത്. ഇതുകൂടാതെ ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ച വിഷയത്തിൽ കോടതിയെ വിവരം അറിയിച്ചില്ല. അങ്ങനെ വിവരം അറിയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ജാമ്യം തന്നെ റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇതിലും SHOയ്ക്ക് വീഴ്ച പറ്റി എന്ന് കണ്ടെത്തിയിരുന്നു. ഇത് കൂടാതെ ഈ ചെന്താമര എന്ന ഈ കൊലപാതക കേസിലെ പ്രതി ഈ സ്റ്റേഷനകത്ത് കയറാതിരുന്നപ്പോൾ പുറത്ത് വന്ന് സംസാരിച്ചത് ഈ ഉചിതമായില്ല എന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത്തരം ഒരു അഭിപ്രായം കൂടിയുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ IG ഈ SHOയെ സസ്പെൻഡ് ചെയ്തത്. ശരി സാജിദ്.